CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ നിർണായക രേഖകൾ ഇഡിക്ക്. SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള 134 രേഖകളാണ് ഇഡിക്ക് ലഭിച്ചത്. വീണ ടിയെ രണ്ടാമത് ചോദ്യം ചെയ്യുക ഈ രേഖകൾ കൂടി മുൻനിർത്തിയായിരിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, വളരെ നിർണായകമായ പല രേഖകളും ഇപ്പോൾ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. അമൃത, രണ്ടാഴ്ച മുമ്പ് കൊച്ചിയിലെ കമ്പനി കാര്യാലയം കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി SFIOക്ക് നിർദ്ദേശം നൽകിയതാണ് ഈ രേഖകൾ കൈമാറാൻ. പക്ഷേ അത് ചില കാലതാമസം നേരിട്ടിരുന്നു. അത് പ്രകാരമാണ് ED ഉദ്യോഗസ്ഥർ SFIO ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഇപ്പോൾ ഇന്ന് ആ രേഖകളെല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും CMRലും വീണയും തമ്മിലുള്ള കരാറ്, CMRലെ എക്സാലോജിക്കും തമ്മിലുള്ള കരാറ്, ഒപ്പം തന്നെ വീണയുടെ IT റിട്ടേൺസ്, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ വിശദമായ രേഖകളാണ്. 134 രേഖകളാണ് SFIO റിപ്പോർട്ടിന്റെ ഭാഗമായി ED ചോദിച്ച ആ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. 29-ാം തീയതി T വീണയെ ചോദ്യം ചെയ്യുമ്പോൾ ഈ രേഖകൾ കൂടി വെച്ചായിരിക്കും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൃത, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.